Hi friends, today we will discuss the topic Fundamental Rights, Article 14. Fundamental Rights Article 14 എന്താണ് പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ within the territory of India, equality before law and equal protection law. ഒരു സ്റ്റേറ്റ് ഒരു പേഴ്സൺ ഒരു സ്റ്റേറ്റും ഡെനി ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവിഷൻ നമ്മൾ എല്ലാവരും ഓൾ പേഴ്സൺസിനും ഒരു സിറ്റിസൺ ആണെന്നോ ഫോറിനേഴ്സ് ആണെന്നോ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഈ ഒരു റൈറ്റ്സ് കോൺഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആവാം, ലീഗൽ പേഴ്സൺ ആവാം, കമ്പനീസ് ആവാം, രജിസ്റ്റേർഡ് സൊസൈറ്റീസ് ആവാം, അല്ലെങ്കിൽ അത് ടൈപ്പ് ഓഫ് ലീഗൽ പേഴ്സൺ ആവാം. നമ്മുടെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബ്രിട്ടീഷ് ഒറിജിനാണ്. പക്ഷേ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഫസ്റ്റ് കോൺസെപ്റ്റിൽ ഉള്ള എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരു പേഴ്സണും ഒരു ഫേവർ ആയിട്ടുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് അതിൽ ആബ്സെൻ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഡിനറി കോർട്ടിലുള്ള അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആ ഒരു ലാൻഡിൽ ഓർഡിനറി ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ്. ഇപ്പോൾ ലോയുടെ മുന്നിൽ ഒരു ഒഫീഷ്യലാണെന്നോ അല്ലെങ്കിൽ നോൺ ഒഫീഷ്യലാണെന്നോ ഹൈ ക്ലാസ് എന്നാണോ റിച്ച് ആണെന്നോ അങ്ങനത്തെ ഒരു വിവേചനം ഇല്ല. ഈ സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈക്വൽ സർക്കംസ്റ്റൻസിൽ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ലോ ഇമ്പോസ് ചെയ്യുന്ന ലയബിലിറ്റീസ് ആയിക്കോട്ടെ പ്രിവിലേജസ് ആയിക്കോട്ടെ ഈക്വൽ സർക്കംസ്റ്റൻസിൽ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ പേഴ്സണും സിമിലർലി ഒരു സ്ഥലത്തുള്ള എല്ലാ പേഴ്സണും നിയമത്തിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഒരുപോലെ സിമിലർ ആയിരിക്കും. ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇല്ല. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോർമർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് കോൺസെപ്റ്റായിട്ടും ലേറ്റർ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റിനെ പോസിറ്റീവ് കോൺസെപ്റ്റായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നമ്മുടെ എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു ഈക്വാലിറ്റി ഈ ഒരു കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈക്വാലിറ്റി ഓഫ് ലീഗൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ആണ്. ഇനി സുപ്രീം കോർട്ടിൻ്റെ ഒരു ഹീൽഡ് നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ 14 ഡസ് നോട്ട് അപ്ലൈ ചെയ്യാത്ത ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മൾ ഈക്വലായിട്ടും അൺഈക്വലായിട്ടും ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആർട്ടിക്കിൾ 14 എന്തില്ല ഡസ് നോട്ട് അപ്ലൈ ചെയ്യില്ല. നമുക്ക് നോക്കാം. ക്ലാസ് ലെജിസ്ലേഷൻ ആർട്ടിക്കിൾ 14 ഫോർബിഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഹൈ ക്ലാസ് ഉള്ളവർ മാത്രം ഒരു സീറ്റിലിരിക്കുക, അല്ലെങ്കിൽ ലോ ക്ലാസ് ഉള്ളവർ മാത്രം സീറ്റിൽ, അങ്ങനത്തെ ഒരു ലെജിസ്ലേഷൻ വരാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. പക്ഷേ റീസണബിൾ ആയിട്ടുള്ള റീസണബിൾ ക്ലാസിഫിക്കേഷൻ ആവാമെന്ന് ആർട്ടിക്കിൾ 14 അത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ നിയമപരമായിട്ട് ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ നടക്കും. അപ്പോൾ റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം. അതൊരു ഷുഡ് നോട്ട് ബി ആർബിട്രറി, ആർട്ടിഫിഷ്യൽ ആൻഡ് ഇവേസീവ്, അല്ലെങ്കിൽ ആർബിട്രറി എന്ന് പറയുന്നത് ഏകപക്ഷീയമാവരുത്, ആർട്ടിഫിഷ്യൽ ആവരുത്, പിന്നെ ഇവേസീവ് തള്ളിക്കളയുന്ന രീതിയിലുള്ളത് ആയിരിക്കരുത്. ഇനി നമുക്ക് റൂൾ ഓഫ് ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കാം. A.V. ഡൈസി ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമുക്കറിയാം നമ്മുടെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോയുടെ ഒരു കോൺസെപ്റ്റാണ്, എലമെൻ്റാണ്. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൽ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ A.V. ഡൈസി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജൂറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നിയമത്തിനെ മറികടന്നിട്ട് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് പണിഷ് ചെയ്യും, അല്ലാത്ത ഒരാൾ ഒരിക്കലും പണിഷ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആർബിട്രറി പവർ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഏകപക്ഷീയമായ അധികാരം എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. പിന്നെ ഓൾ സിറ്റിസൺ ഈക്വൽ ലോ, ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഓൾ സിറ്റിസണും ഈക്വലാണ്. നമ്മുടെ ഓൾ സിറ്റിസണും ഈക്വലാണ്. ഇപ്പോൾ ഒരു ലോ കോർട്ടുള്ള അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള ആ പ്ലേസിൽ ആ ഒരു നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സിറ്റിസണും ഈക്വൽ സബ്ജക്ഷനിലാണ്. അതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. വിത്തൗട്ട് എനി ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റിൻ്റെ സുപ്രീമസി അല്ലെങ്കിൽ പ്രൈമസി ഓഫ് ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇൻഡിവിജ്വൽ റൈറ്റ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ കോർട്ടാണ് അത് എൻഫോഴ്സ് ചെയ്യുന്നത്. അതാണ് തേർഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിന് അപ്ലിക്കബിൾ ആണ്. പക്ഷേ തേർഡ് ഇന്ത്യൻ സിസ്റ്റത്തിന് അപ്ലിക്കബിൾ അല്ല.
അപ്പോൾ ഈ നമ്മുടെ തേർഡ് കോൺസെപ്റ്റ് എന്താണ്? ഇൻഡിവിജ്വൽ റൈറ്റ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് തേർഡ് സിസ്റ്റത്തിന് അപ്ലിക്കബിൾ അല്ല. ഈ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് റൂൾ ഓഫ് ലോയിനെ പറ്റിയിട്ട്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് അണ്ടർ ദ ആർട്ടിക്കിൾ 14. അപ്പോൾ ഇത് ഒരു അമെൻമെൻറ്റ് മുഖേന ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അമെൻമെൻറ്റിൽ നമുക്ക് ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, മാറ്റം വരുത്താനൊന്നും പറ്റില്ല. ഇനി ഈക്വാലിറ്റി എക്സംഷൻ ചെയ്യുന്ന സർട്ടൈൻ ക്രിറ്റേരിയ എന്ന് നോക്കാം. നമുക്കറിയാം ഈ റൂൾ ഓഫ് ഈക്വാലിറ്റി ബിഫോർ ലോ അത് എന്ന് പറഞ്ഞാൽ നോട്ട് അബ്സല്യൂട്ടാണ്. അത് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടും പിന്നെ അതർ എക്സെപ്ഷൻ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് നോട്ട് അബ്സല്യൂട്ടാണ്. റൂൾ ഓഫ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നോട്ട് അബ്സല്യൂട്ടാണ്. പ്രസിഡൻറ്റ് ഗവർണറിന് സർട്ടൺ ഇമ്മ്യൂണിറ്റീസ് ഉണ്ട് അണ്ടർ ആർട്ടിക്കിൾ 31. അപ്പോൾ പ്രസിഡൻറ്റിനും ഗവർണറിനും ഇമ്മ്യൂണിറ്റീസ് നൽകുന്ന ആർട്ടിക്കിൾ 361. പ്രസിഡൻറ്റിനും ഗവർണറിനും പിന്നെ അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളിൽ, എക്സസൈസിൽ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ, അവരുടെ പവറിൽ, അവരുടെ ഡ്യൂട്ടീസ്, അവരാ ഇരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ഓഫ് ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് അവർ ആ എക്സസൈസ് ഒരിക്കലും ഒരു കോർട്ടിന് ആൻസർ ചെയ്യേണ്ട ആവശ്യകതയില്ല. പിന്നെ അവരുള്ള സമയത്ത് ടേം ഓഫ് ഓഫീസുള്ള സമയത്ത് ഒരു ക്രിമിനൽ പ്രൊസീജിയർ തുടങ്ങുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എഗെയിൻസ്റ്റ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ. പിന്നെ മാത്രമല്ല ടേം ഓഫ് ഓഫീസിൽ സമയത്ത് ഗവർണറിനോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനോ എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിലടക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് തുടങ്ങാൻ പറ്റില്ല. പിന്നെ സിവിൽ പ്രൊസീഡിങ് പ്രസിഡൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗവർണറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സിവിൽ പ്രൊസീഡിങ് ചെയ്യാനും പാടില്ല ടേം ഓഫ് ഓഫീസ് കാലഘട്ടത്തിൽ. ഇപ്പോൾ അവരെടുക്കുന്ന ഒരു പേഴ്സണൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഡെസിഷൻസൊക്കെ നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നോ പേഴ്സൺ ഷാൾ ബി. അപ്പോൾ നമ്മൾ ഒരു പേഴ്സൺ ന്യൂസ് പേപ്പറിൽ, ടെലിവിഷൻസിൽ അല്ലെങ്കിൽ റേഡിയോയിലൊക്കെ നമ്മുടെ പാർലമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ലെജിസ്ലേഷൻ്റെയൊക്കെ പ്രൊസീഡിങ്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേഴ്സൺ ഒരിക്കലും സിവിൽ ആൻഡ് ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ലയബിൾ ആയിരിക്കില്ല അണ്ടർ ദ ആർട്ടിക്കിൾ 361A. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർ ദ ആർട്ടിക്കിൾ 361A. പിന്നെ ഒരു ആർട്ടിക്കിൾ 105 പ്രകാരം ഒരു പാർലമെൻറ്റ് മെമ്പർ ഒരിക്കലും അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ ഒരു വോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീഡിങ് ചെയ്യുകയാണെങ്കിൽ അവരും ലയബിൾ അല്ല കോർട്ടിൻ്റെ എന്തെങ്കിലും പ്രൊസീഡിങ്ങിൽ അവരും ലയബിൾ അല്ല. ഇനി അടുത്ത അതേ സെയിം തന്നെയാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ കേസ് ആണെങ്കിലും അണ്ടർ ദ ആർട്ടിക്കിൾ 194. പാർലമെൻറ്റ് മെമ്പറിൻ്റെ കേസിലാണെങ്കിൽ 105 ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൻ്റെ കേസിലാണെങ്കിൽ 195 ആണ്. അപ്പോൾ ഇതേപോലെ തന്നെ അവർ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ എടുക്കുന്ന ഒരു വോട്ട് അല്ലെങ്കിൽ ഡെസിഷൻസ് അവരും ഈ കോർട്ടിൻ്റെ പ്രൊസീഡിങ്ങിൽ ലയബിൾ അല്ല. പിന്നെ അത് ആർട്ടിക്കിൾ 31C ഇരിക്കുന്ന സ്ഥലത്ത് ആർട്ടിക്കിൾ 40 ഔട്ട് എന്നാണ് സുപ്രീം കോർട്ടിൻ്റെ ഒരു വെർഡിക്റ്റ് ഉള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ വയലേറ്റ് ചെയ്യുന്നാത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 339C ആൻഡ് B ഉള്ള ക്ലോസിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. അപ്പോൾ അതിലൊന്നും ആർട്ടിക്കിൾ 14 എന്ത് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു കോർട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോറിനേഴ്സിന് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഫോറിൻ റൂളേഴ്സിന്, അംബാസഡേഴ്സിന്, പിന്നെ ഡിപ്ലോമാറ്റ്സിന് അവരൊക്കെ ക്രിമിനൽ ആൻഡ് സിവിൽ പ്രൊസീഡിങ്ങിൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ UN ഒഫീഷ്യലാണെങ്കിലും അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റ് അവർക്കൊക്കെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ആർട്ടിക്കിൾ 14 ഉള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇപ്പോൾ സിവിൽ സർവീസ് പ്രീലിമിനറി എക്സാമിനേഷൻ ആണെങ്കിലും മെയിൻസ് എക്സാമിനേഷൻ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഒരു ലോജിക്കൽ ലെവലിൽ തിങ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പല കേസസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല കേസൊക്കെ ആർട്ടിക്കിൾ 14 നോക്കാം, CAA കേസ്, ഇതൊക്കെ നമ്മൾ ആർട്ടിക്കിൾ 14 കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്